അല്ലാതെ ആനന്ദം എവിടെ, സന്തോഷം എവിടെ, ഞാൻ എന്ത് സാക്ഷാത്കരിച്ചു, എനിക്ക് എന്ത് കിട്ടി, എങ്ങനെ മറ്റത് മറിച്ചതെന്നുള്ള ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലല്ല ഒരു ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെല്ലാ ബിസിനസ്സുകളെയും മാറ്റിവെച്ചിട്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ ആനന്ദത്തോടെ അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആ ഭക്തിയും ആനന്ദവും സ്നേഹവും എല്ലാം എടുത്ത് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പേ കുമ്പിടുമ്പോൾ ആ പ്രകാശം, ആ പരമമായ പ്രകാശം നമ്മുടെ ശരീരത്തിലും മനസ്സിലും മജ്ജയിലും മാംസത്തിലും കയറി നമ്മൾ എന്ത് ചിന്തയിലാണോ, എന്ത് ഭാവത്തിലാണോ, എന്ത് ഫീലിങ്ങിലാണോ, എന്തു വിശ്വാസത്തിലാണോ, എന്ത് സമർപ്പണത്തിലാണോ ഈ കർമ്മം ചെയ്തത്, അതായിട്ട് നമ്മളിലൂടെ പരിണമിച്ച് നമ്മളിലൂടെ ജീവനിലൂടെ അത് ബഹിർസ്ഫുരണമായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്, നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ സംശയവും പ്രശ്നവും പ്രോബ്ലവും മറ്റ് ബിസിനസ്സുകളും എല്ലാം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ സംശയങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ആണ് ഈ പ്രകാശത്തിലൂടെ ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗുരുമാർഗത്തിന് പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം, അതിനുശേഷം നമ്മൾ ഈ അനുഭവിച്ച ആനന്ദത്തോടു കൂടി എങ്ങനെ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കണം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഭൗതികമായ രംഗത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ കുറവ്, അപജയങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലായാലും സാമ്പത്തിക രംഗങ്ങളിലായാലും മറ്റ് രംഗങ്ങളിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ അപജയം? നേരത്തെ പറഞ്ഞിട്ട് ദൈവികമായ ധർമ്മത്തെ മറന്നാൽ മനുഷ്യരാശിയിൽ എന്തുണ്ടാകുന്നു, അതുപോലെ ഗുരുമാർഗത്തിൽ ഗുരുവിനെ മറന്നാൽ, അല്ലെങ്കിൽ മാനസിക തലത്തിൽ എന്തെങ്കിലും ഒരു ആരാധനാക്രമം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കുന്നു, എന്ത് പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ എന്ത് രീതിയിൽ നമ്മൾ റിജിഡായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം ആനന്ദത്തോടും സമർപ്പണത്തോടും ഭക്തിയോടും നമ്മൾ ഈ കാര്യങ്ങളിൽ മുഴുകുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറേ റിജിഡായിട്ടുള്ള ബലം പിടിച്ച് മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക, പല ആത്മീയത എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല. എത്രത്തോളം ശാന്തിയും സമാധാനത്തോടും ആനന്ദത്തോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങൾ പരിണമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ ഈ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞ് ഓരോ വ്യക്തികളെ അനുസരിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ദേഷ്യമായി ഇപ്പോൾ ഈ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും ഈ സന്യാസ സ്വഭാവത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ തന്നെയാണ് സന്യാസ സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും ആശ്രമ സ്വഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു നന്മയിലേക്ക് വളർത്താനുള്ളൊരു വഴിയാണ്. അല്ലാതെ ആദ്യമേ തന്നെ എല്ലാ ക്വാളിറ്റിയും തികഞ്ഞവരല്ല നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന കൂട്ടത്തോടെ പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം പഴിചാരിയും ഓരോ സ്ഥാപനത്തിലും മറ്റ് സ്ഥലത്തും എല്ലാം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെ നന്നാവും? അപ്പം നമ്മുടെ ഓരോ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തികളും ഇത്